ഞാൻ ധ്യാൻ ശ്രീനിവാസന്റെ ഒരു ഫാനാണ്. അദ്ദേഹം എന്നൊരു പച്ച മനുഷ്യനോട് കട്ട ആരാധനയുള്ള ഒരാളാണ്. അത്തരത്തിൽ അദ്ദേഹത്തിന്റെ ഫിലിം അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഒരു പെരുമാറ്റമൊക്കെ കണ്ടിട്ട് അദ്ദേഹത്തിന്റെ ഫിലിം കാണണമെന്ന് തോന്നിയിട്ട് ഞാൻ പോയി ടിക്കറ്റ് എടുത്ത് കണ്ട ഫിലിമാണ് ധ്യാൻ ശ്രീനിവാസൻ എന്ന് പറയുന്ന ഒരു ആക്ടർ. കമ്പാരിറ്റീവ്ലി മറ്റു പടങ്ങളിൽ നിന്നും മാറ്റമുള്ള അല്ലെങ്കിൽ നല്ലൊരു അഭിനയം കാഴ്ചവെച്ചിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നിയത്. ലാസ്റ്റ് ഞാൻ കണ്ടത് ഡിറ്റക്റ്റീവ് ഉജ്ജ്വലനാണ്. ആ ആക്ടിംഗ് ലെവലിൽ നിന്ന് ഒന്നുകൂടി മാറിയിട്ടുണ്ട്. അദ്ദേഹത്തിന് മലയാളം ഫിലിം ഇൻഡസ്ട്രിയിലെ ഏത് തരത്തിലുള്ള സീരിയസ് ആയിക്കോട്ടെ, കോമഡി ആയിക്കോട്ടെ, ഏത് തരത്തിലുള്ള ആക്ടിങ്ങും അല്ലെ ഏത് തരത്തിലുള്ള റോൾ കൊടുത്താലും നന്നായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു വ്യക്തിയാണെന്ന് അദ്ദേഹം തെളിയിച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് നേരെ ഫിലിമിലേക്ക് വരാം. ഫിലിമിന് നെഗറ്റീവ് ആൻഡ് പോസിറ്റീവ് സൈഡുകൾ പലതും ഉണ്ടെങ്കിലും ഫിലിം ഒരു അഴിച്ചുപണിയോടുകൂടി നല്ലൊരു വലിയൊരു ക്യാൻവാസിലേക്ക് ചെയ്യാൻ നിങ്ങൾക്ക് പറ്റിയിട്ടുണ്ടെങ്കിൽ ഇത് ഈ വർഷത്തെ 2026 ഏറ്റവും നല്ലൊരു ചിത്രത്തിലേക്ക് എത്തിപ്പെടാൻ സാധ്യതയുള്ള ഒരു പടമായിരുന്നു. കാരണം ഇതിൽ എവിടെയൊക്കെയോ കൈവിട്ടു പോയതായി തോന്നിയില്ല കേട്ടോ. ഒന്നും കൂടി നന്നാക്കി എടുത്തിരുന്നെങ്കിൽ അല്ലെങ്കിൽ ഇതിനൊന്ന് അഴിച്ചുപണി എടുത്തിരുന്നെങ്കിൽ ഏറ്റവും നല്ലൊരു പടമായിരിക്കും. ചില ഫിലിമുകൾ കണ്ട് നമ്മൾ തിയേറ്ററിൽ നിന്ന് ഇറങ്ങുമ്പോൾ നമുക്ക് പേഴ്സണലി തോന്നും ഇത് ഇങ്ങനെ ആയിരുന്നെങ്കിൽ കുറച്ചും കൂടി നന്നായിരുന്നു, അല്ലെങ്കിൽ അത് അങ്ങനെ ആയിരുന്നെങ്കിൽ കുറച്ചും കൂടി നന്നായിരുന്നു, ഇതൊന്ന് വർക്ക്ഔട്ട് ചെയ്യുന്നു. കുറെ ഫിലിമുകൾ കാണുന്നവർ അല്ലെങ്കിൽ ഞാൻ ഒരു വർഷം എനിക്ക് തോന്നുന്നത് കുറെ അധികം ഫിലിം കാണുന്ന ആളാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് പേഴ്സണലി ചില ഫിലിമുകൾ കാണുമ്പോൾ തോന്നാറുണ്ട് ഇത് ഇത്തരത്തിലൊന്ന് വർക്ക്ഔട്ട് ചെയ്തിരുന്നെങ്കിൽ അല്ലെങ്കിൽ ഇത് വേറൊരു തലത്തിലേക്ക് എത്തിച്ചിരുന്നെങ്കിൽ കുറച്ചുകൂടി നന്നായെന്ന് എനിക്ക് പേഴ്സണലി തോന്നാറുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഈ കാര്യം പറഞ്ഞോ. പക്ഷെ ഫിലിം മോശം എന്നല്ല പറയുന്നത്. 2.5 മണിക്കൂർ നേരം തിയേറ്ററിൽ നമ്മളെ പിടിച്ചിരുത്താൻ പറ്റുന്ന 2.5 മണിക്കൂർ ടൈം എനിക്ക് കറക്റ്റ് ആയിട്ട് ഓർമ്മയില്ല, അത്രത്തോളം നിങ്ങളെ പിടിച്ചിരുത്താൻ പറ്റുന്ന ചില കാര്യങ്ങൾ ഫിലിമിനുണ്ട്. ഫിലിം ഒട്ടും നമ്മളെ ബോറടിപ്പിക്കില്ല. തിയേറ്ററിൽ നിന്ന് എഴുന്നേറ്റ് പോകാൻ പറയില്ല. എഴുന്നേറ്റ് പോകാൻ പറയാന്ന് വെച്ചാൽ ഞാൻ ഉദ്ദേശിച്ചത് നമ്മളെ ബോറടിച്ച് സാധാരണ തിയേറ്ററിൽ നിന്ന് എഴുന്നേറ്റ് പോകുമല്ലോ, അത്തരത്തിലൊന്നും ചെയ്യില്ല. 2.5 മണിക്കൂർ നേരം നമുക്ക് കണ്ടിരിക്കാൻ പറ്റും. അവസാനത്തെ അരമണിക്കൂർ നേരം ഇത്തിരി കാടിന്റെ എന്താ പറയാ ഒരു വൈൽഡ് ലൈഫിന്റെ അല്ലെങ്കിൽ ഒരു കാടിന്റെ ഒരു ഭീകരത ഒക്കെ തോന്നിക്കുന്ന ചില കാര്യങ്ങളൊക്കെ സംസാരിച്ചു പോകുന്നുണ്ട്. പിന്നെ സ്റ്റോറി ഇത്ര മാത്രമാണ്. ഇപ്പോൾ സ്ഥിതി ചെയ്യുന്ന കോളേജ് നിൽക്കുന്ന സ്ഥലത്ത് മുമ്പ് ഒരു പാലസ് ഉണ്ടായിരുന്നു. ചില എന്താ രാജാക്കന്മാരുടെ കാലഘട്ടത്തിൽ ചില കാര്യങ്ങളൊക്കെ കാണിച്ച് അതിൽ ഉൾപ്പെടുത്തിയിട്ടാണ് ഈ ഹൊറർ ടച്ച് കൊണ്ടുവരുന്നത്. ഹൊറർ ടച്ച് നമ്മൾ ഈ കണ്ണടച്ച് അല്ലെങ്കിൽ മുഖം തിരിച്ചു പിടിച്ച് തിയേറ്ററിൽ നിന്ന് കാണേണ്ട അത്തരത്തിലൊരു അവസ്ഥയിലെ ഹൊറർ അല്ല. സാധാരണ ഇതിൽ കുട്ടികൾക്കടക്കം കാണാൻ പറ്റുന്ന ഹൊററും അതുപോലെ തന്നെ കുട്ടികൾക്കടക്കം ചിരിക്കാൻ പറ്റുന്ന കോമഡികളാണ് ഉള്ളത് കേട്ടോ. അൽത്താഫ് പ്ലസ് ധ്യാൻ ശ്രീനിവാസൻ എത്തുമ്പോൾ തിയേറ്ററിൽ നല്ലൊരു ചിരി ഉയർത്തിക്കൊണ്ടുവരാൻ പറ്റുന്നുണ്ട്. അതുപോലെ തന്നെ അൽത്താഫിന്റെ കോമഡികൾ വർക്ക് ആവുന്നുണ്ട്. അതുപോലെ തന്നെ ധ്യാൻ ശ്രീനിവാസൻ പറയുന്ന ചില കാര്യങ്ങൾ വർക്ക് ആവുന്നുണ്ട്. തിയേറ്ററിൽ ഒരു ഓക്കെ ലെവൽ പടം കണ്ടിരിക്കാൻ പറ്റുന്ന നല്ലൊരു മൂഡ് പടമാണ്. പിന്നെ അതിലുപരി ഈ ഫിലിമിന്റെ അവസാന ഭാഗത്ത് ഇച്ചിരി AI ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ടാവും. AI ഇത്തിരി കൂടി മെച്ചപ്പെടുത്താമായിരുന്നു. അതുപോലെ തന്നെ VFXിലും കുറെ മാറ്റങ്ങൾ കൊണ്ടുവരായിരുന്നു. ഇച്ചിരി കൂടി പൈസ ഇറക്കി ഒരു പടം എടുക്കായിരുന്നു എനിക്ക് തോന്നിയിട്ടുണ്ടോ. ഇച്ചിരി കൂടി പൈസ ഇറക്കി കുറച്ചും കൂടി നന്നാക്കി എടുത്തിരുന്നെങ്കിൽ ഈ ലെവലിൽ നിന്നും ഒരു അല്പം കൂടി ഉയർത്താൻ കഴിയുമായിരുന്നു എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. നല്ലൊരു സ്റ്റോറിയാണ്. ഈ സ്റ്റോറിയെ വേറൊരു തലത്തിലേക്ക് എത്തിക്കാതെ നല്ല വൃത്തിയായിട്ട് ചെയ്തിരുന്നെങ്കിൽ നല്ലൊരു പടമാണെന്ന് എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുണ്ട്. ഇപ്പൊ കണ്ട പടം വളരെ മോശം എന്നല്ല കേട്ടോ പറയുന്നത്. തിയേറ്ററിൽ നിന്ന് ഒരു മോശം പടം കണ്ടിറങ്ങി വരുന്ന ഫീലല്ല എനിക്ക് കിട്ടിയിരിക്കുന്നത്. ഒരു ഓക്കെ ലെവൽ പടം കണ്ട ഒരു ഫീലാണ്. നിങ്ങൾ ഈ വീക്കെൻഡിൽ കാണാൻ പറ്റുന്ന നല്ല ചിത്രങ്ങൾ ഒന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കിത് പറയാൻ പറ്റും പേഴ്സണലി. നിങ്ങൾ ഒട്ടും തന്നെ ബോറടിപ്പിക്കില്ല. തിയേറ്ററിൽ നിങ്ങളെ കുട്ടികളൊക്കെ പിടിച്ചിരിപ്പിക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ ഒട്ടും വൾഗർ ഇല്ലാതെ ഫാമിലി ആയിട്ട് ഫ്രണ്ട്സ് ആയിട്ട് ആരുമായിട്ട് തിയേറ്ററിൽ പോയിട്ട് കാണാൻ പറ്റും. പിന്നെ പ്രേത ഫിലിം ആയതുകൊണ്ട് പേടിക്കാനില്ലേ അങ്ങനത്തെ ചിന്തയൊന്നും വേണ്ട കേട്ടോ. ഒരു 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 നമ്മളെ അത്രത്തോളം പേടിപ്പിക്കാത്ത അല്ലെങ്കിൽ നമ്മളെ അധികം ചിന്തിപ്പിക്കുന്ന അല്ലെങ്കിൽ ചിലയിടങ്ങളിൽ നമ്മളെ അത്യാവശ്യത്തിന് പേടിപ്പിക്കുന്ന അങ്ങനത്തിലൊരു മോഡുള്ള ഫിലിമാണ്. അപ്പൊ നിങ്ങൾക്ക് തിയേറ്ററിൽ പോയിട്ട് ഏത് ഫാമിലിയോ ഫ്രണ്ട്സോ ആരുമായിട്ട് നിങ്ങൾക്ക് തിയേറ്ററിൽ പോയിട്ട് കാണാൻ പറ്റുന്ന ഒരു ഫിലിമായിട്ടാണ് എനിക്ക് പേഴ്സണലി തോന്നിയിരിക്കുന്നത്. പിന്നെ AI കുറിച്ച് പറഞ്ഞല്ലോ. പിന്നെ ഫിലിം ഇൻഡസ്ട്രിയിലേക്ക് AI കടന്നുവരവിന്റെ ഭാഗങ്ങള് നമ്മൾ പലയിടങ്ങളിലും കണ്ടിട്ടുണ്ടെങ്കിലും ഇതിലും ഒരു AI ചെറിയ പോർഷൻസ് പറയുന്നുണ്ട്. അതും ഇത്തിരി കൂടി മെച്ചപ്പെടുത്താമായിരുന്നു എന്ന് തോന്നിയിട്ടുണ്ട്. കാരണം ഇത്തിരി കൂടി എന്താ പറയാ ഇപ്പൊ ഇൻസ്റ്റാഗ്രാമിലോ അതുപോലെ തന്നെ യൂട്യൂബിലൊക്കെ പല AI ഫിലിംസ് പേഴ്സണലി ഞാൻ കാണുന്ന ഒരു വ്യക്തിയാണ്. അപ്പോ അതുമായിട്ട് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഇച്ചിരി കൂടി ക്വാളിറ്റി ചെയ്തു വരാമായിരുന്നു എന്ന് തോന്നിയിട്ടുണ്ട്. പിന്നെ ഒരു ഫിലിമിന്റെ എന്താ പറയാ ബഡ്ജറ്റ് മേ ബി ചിലപ്പോൾ ഇതിന്റെ ബഡ്ജറ്റ് കുറവായിരിക്കാം. അത്തരത്തിൽ വന്നൊരു ഫിലിമായിരിക്കും. ഇച്ചിരി കൂടി ബഡ്ജറ്റ് കൂട്ടിയിരുന്നെങ്കിൽ കുറച്ചും കൂടി നന്നായിരുന്നു. തിയേറ്റർ പ്രസൻസ് കുറച്ചും കൂടി കിട്ടുമായിരുന്നു തോന്നിയിട്ടുണ്ട്. പിന്നെ ഒരു നല്ലൊരു സോങ് ഉണ്ട്. സോങ് ഒട്ടും മോശമല്ല, നല്ലൊരു സോങ് ആണ്, നമുക്ക് കേട്ടിരിക്കാൻ പറ്റുന്നതാണ്. പിന്നെ ഇത് തിയേറ്ററിൽ വളരെ കുറവാന്ന് തോന്നുന്നു കേട്ടോ. എല്ലാ തിയേറ്ററിലും ഈ ഫിലിം ഇല്ലാന്ന് തോന്നുന്നു. തലശ്ശേരിയിലൊക്കെ ഉള്ളത് മിനിയിൽ എങ്ങനെയാണ് റൺ ചെയ്യുന്നത്, അതും എനിക്ക് തോന്നുന്നു നൈറ്റ് എങ്ങാനേ ഉള്ളൂ, അങ്ങനെ എന്താണെന്ന് എനിക്ക് തോന്നുന്നത്. ഞാൻ കണ്ട തിയേറ്ററിലും വളരെ കുറച്ച് ആൾക്കാർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. വിരലിൽ എണ്ണാൻ പറ്റുന്ന ആൾക്കാർ. പക്ഷേ ഒരു മോശം ഫിലിം എന്ന് എനിക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. നമുക്ക് തിയേറ്ററിൽ പോയിട്ട് കാണാൻ പറ്റുന്ന അല്ലെങ്കിൽ
കണ്ടിരിക്കാൻ പറ്റുന്ന, നമ്മളെ ചിരിപ്പിക്കുന്ന അല്ലെ അല്പം പീഡിപ്പിക്കുന്ന നല്ലൊരു ഫിലിമാണ്. അതിലുപരി ധ്യാൻ ശ്രീനിവാസന്റെ അഭിനയത്തിലെ മാറ്റങ്ങൾ കാണാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ പടം തിയേറ്ററിൽ പോയിട്ട് കാണാം. അപ്പോ ഈ പടം തിയേറ്ററിൽ പോയിട്ട് കാണാം, ഫാമിലിയും ഫ്രണ്ട്സും ഒക്കെ ആയിട്ട് കാണാം. അതിന്റെ ഫിലിമിന്റെ റിവ്യൂ നിങ്ങൾ കമന്റ് ആയിട്ട് എന്റെ കമന്റ് ബോക്സിൽ ഇടാം. അപ്പോ ഇത്തരത്തിലുള്ള റിവ്യൂ ഒക്കെ പറയാനായിട്ട് ഞാൻ എന്റെ ജോലിയൊക്കെ മാറ്റി വെച്ചിട്ടാണ് ഈ റിവ്യൂ ഒക്കെ ചില ദിവസങ്ങളിൽ പോകുന്നത്. അപ്പോൾ അത്തരത്തില് നിങ്ങൾ എന്നെയും സപ്പോർട്ട് ചെയ്യുക, എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക. കാരണം എന്നെങ്കിലും മാത്രമേ ഇത്തരത്തിലുള്ള റിവ്യൂസും ചില വീഡിയോസും ഒക്കെ എനിക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ ഓക്കെ, എന്നെയും സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു വെരി മച്ച്. ഓക്കെ, ബൈ.